ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയത് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം എനിക്ക് പറ്റി. തെറ്റാണ് ഗൈസ്, പറയൂ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് വീണ്ടും ഞങ്ങൾ പുതിയൊരു റൈഡിലാണ്. ഇന്ന് നമ്മൾ എറണാകുളത്താണ്. അതെ, എറണാകുളം നമ്മൾ എവിടെ പോകുന്നത്? ഇന്ന് നമ്മൾ ഒരു മൂവി കാണാൻ പോവുകയാണ്. കരം എന്ന് പറയുന്ന മൂവിയാണ്. അതെ, ഇന്ന് കരം കാണാൻ പോവാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്ലാനിങ് കൂടെ ഉണ്ട്. അത് ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത്. അതെ, സ്റ്റേ ട്യൂൺഡ്. ബൈ. ഗോപു എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പൊ ഞങ്ങൾ കരം കണ്ടിട്ട് വരാം. ഡ്രൈവിംഗ് മോഡിലാണ്. ഏത് മോഡ്? റൈഡ് മോഡ്. ഞങ്ങളുടെ റൈഡർ ഗോപു. നോ ഡ്രൈവർ, റൈഡർ. ദയവ് ചെയ്ത് റൈഡർ കണ്ണാപ്പിന്നൊന്നും ഞങ്ങളെ വിളിക്കരുത്. വേറെ ലെവൽ റൈഡറാണ്. കണ്ടോ, കൈവിട്ട് ഓടിക്കുന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഗോപു അല്ലേ, റൈഡർ ഗോപു. അവിടെ നിന്ന് യൂട്ടേൺ എടുക്കണം കേട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ ഇനി കരം കാണാൻ പോവാണ്. അവിടുത്തെ വിശേഷങ്ങൾ അവിടെ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കരം കൂടി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബൈ. ശേഷം നല്ല തിരക്ക്. ഞങ്ങൾ ലിഫ്റ്റിലോട്ട് കയറി തിയേറ്ററിൽ. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയത് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം എനിക്ക് പറ്റി. തെറ്റാണ് ഗൈസ്, പറയൂ. ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മാളിൽ വന്നപ്പോൾ ബുക്ക് മൈ ഷോ ഞങ്ങൾക്ക് റിമൈൻഡർ മെസ്സേജ് വന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ അത് കണ്ടുപിടിച്ചതാണ്. അല്ലായിരുന്നെങ്കിൽ എന്റെ ബുദ്ധിയും കൊണ്ട് ഞാൻ പിന്നെ കണ്ടുപിടിക്കുന്നതായിരുന്നു. എപ്പോ അവിടെ എത്തുമ്പോഴോ? അതായത് ഗൈസ്, ഞങ്ങളുടെ സിനിമ ബുക്ക് ചെയ്ത ഷേണൈസിലാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഞങ്ങളുടെ വൈബ് എല്ലാം ഓർത്ത് ഞങ്ങൾ എപ്പോഴും വൈബ് പിടിക്കുന്ന സ്ഥലം ഞങ്ങളുടെ സെൻട്രൽ സ്ക്വയർ ആയത് കൊണ്ട് ഞാൻ അത് ഓർത്തി കൊടുത്തു. പെട്ടെന്ന് മനസ്സിലായി. അതെ, ബുക്ക് മൈ ഷോയുടെ ആ ഒരു റിമൈൻഡർ വന്നില്ലായിരുന്നെങ്കിൽ സീരിയസ്ലി ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ ഫ്രണ്ടില് എന്താ കേട്ടാത്തനും ചോദിച്ചേനെ, ടിക്കറ്റും കാണിച്ചു കൊടുത്തേന്. ചേച്ചിക്ക് വേണ്ടി ഞാൻ അവിടെ അടി ഉണ്ടാക്കിയത്. പക്ഷെ കുഴപ്പമില്ല, ഫിലിം 4:55 ആണ്. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ടൈമുണ്ട്. 4:27 ആണ്. ഞങ്ങൾ എത്തും. ഞങ്ങൾ ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, ലെവൽ ഓട്ടം. അതെ, വണ്ടിയുടെ കൊളാബറേഷൻ തന്നെ സംസാരിച്ചോണ്ട് ഞങ്ങൾ അതെ. അത് മാത്രല്ല, നമ്മൾ അത്രയും ലിഫ്റ്റ് വന്നിട്ട് നമ്മൾ കേറിയില്ല. തിരക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറും. ഞങ്ങൾ എത്ര നമുക്ക് വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റിൽ കയറി പോയിട്ട് താഴോട്ട് വീണ്ടും പറഞ്ഞത് ശരി. ആ ടൈം നമ്മൾ ലാഭിച്ചു. ഞങ്ങൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഷേണൈസിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഷേണൈസിലോട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ 50 രൂപ വെച്ച് പാർക്കിംഗ് ഫീ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഉള്ളവർക്ക് നേരത്തെ വണ്ടി ഇടുന്നതിനില്ല. ആണോ? ഓക്കെ, ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഓടി കയറേണ്ടി വരും കേട്ടോ. മഴയാകുമ്പോ അവിടെ ആണെങ്കിൽ അങ്ങ് നനയുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങൾ മൂവി കാണാൻ പോവാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ പോവാണ്. ഞങ്ങൾക്ക് അബദ്ധം പറ്റുമല്ലോ. മൂവിയിലേക്ക് അത് ബൈക്കാണ് അവിടെ ഇടാൻ പറഞ്ഞോ? ഓക്കെ, അപ്പൊ നമ്മൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഫ്രഷപ്പായി ഞങ്ങൾ നല്ല മൂവിയായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല മൂവിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു തിരക്ക് ശേഷം ശ്രീനിവാസന്റെ രണ്ടാമത്തെ ഒരു ത്രില്ലർ പ്ലസ് ആക്ഷൻ പടമായിരുന്നു. ടോട്ടലി ഓക്കെ ആയിരുന്നു മൂവി. ഞങ്ങൾക്ക് ഗോപുവിന് എങ്ങനെയായിരുന്നു? എങ്ങനെയുണ്ടാ ചേച്ചിക്ക്? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നെക്സ്റ്റ് പോകുന്നത് ഞാൻ ഗോപിക ചേച്ചിയെ വാട്സണിലൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വാട്സണിലോട്ട് പോവുകയാണ്. അതെ, ഞങ്ങൾ വാട്സൺ പബ്ബിൽ പോയിട്ട് വരാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ അല്ലേ? അതെ. ബൈ ബൈ.
കരം സിനിമ കണ്ടു കഴിഞ്ഞ് വാട്സപ്പിൽ വന്ന് നല്ലൊരു പാർട്ടി എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് കൊച്ചിയിലെ ഒരു ഫേവറേറ്റ് സോന അവിടെ വന്നിരിക്കുക. അപ്പൊ നമ്മൾ സോനയിൽ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ഓർഡർ ചെയ്യണേ നോട്ടെ. സൂര്യ ഹൗ ഇസ് അവർ പാർട്ടി? കൊള്ളായിരുന്നു. സൂര്യ ചേച്ചി റബ്ബിൾ അടിച്ച് ഫിറ്റായി. വേറൊരു വന്നു നമ്മൾ ഇനി പോയി ഫുഡ് ഓർഡർ ചെയ്ത്. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഫുൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു എക്സ്പ്ലോറിംഗ് ഡേ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യമേ ഞങ്ങൾ കരം മൂവി കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് വാട്സണിൽ പോയി. പിന്നെ സോന എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ പോയി. ഇറ്റ് വാസ് ടോട്ടലി അമേസിംഗ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് എ ഡേ വിത്ത് us, സൂര്യ ചേച്ചി ആൻഡ് ഗോപിക ചേച്ചി. See you next time. Okay, bye. Winding up, bye. Bye, Aditya, Gopika and Surya. Bye. Okay.